ഓം കം ഗണപതേ നമ അവിഘ്നമസ്തു നാരായണ അഖില ഗുരു നമസ്തേ. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ. ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ. ഹായ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം നാളെ അക്ഷയ തൃതീയാണെന്നല്ലേ. അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോളൂ. നാളെ, അതായത് ഏപ്രിൽ 19 അക്ഷയ തൃതീയാണ്. അക്ഷയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരിക്കലും ക്ഷയിക്കാത്തത്. അതായത് നാളെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും, അതായത് നമ്മൾ ശുഭകാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ ഒരിക്കലും ക്ഷയിക്കില്ല. നമ്മൾ നാളെ ചെയ്യുന്ന പുണ്യപ്രവൃത്തി, ദാനധർമ്മങ്ങൾ, പുണ്യം ഒരിക്കലും ക്ഷയിക്കില്ല. അതായത് എന്തുകൊണ്ടാണ് നാളത്തെ ദിവസം, ഈ വർഷത്തില് നാളെ ഒരൊറ്റ ദിവസം മാത്രം അക്ഷയ തൃതീയായിട്ട് പറയുന്നത്? വൈശാഖ മാസം, നമുക്കറിയാം അല്ലേ. വൈശാഖ മാസമാണ് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വൈകുണ്ഠത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് വസിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ജ്യോതിഷപരമായിട്ട് നോക്കിയാലും സൂര്യൻ അതിന്റെ ഉച്ചരാശിയായ മേടരാശിയിൽ നിൽക്കുകയാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ വെളുത്ത പക്ഷ തൃതീയ ദിവസവും സൂര്യൻ അതിന്റെ ഉച്ചരാശിയായ മേടം രാശിയിലും, അക്ഷയ തൃതീയ തുടങ്ങുന്ന സമയത്ത് ചന്ദ്രൻ മേടൻ രാശിയിലായിരിക്കും. തീരുന്നതിന് മുന്നേ ചന്ദ്രനും അതിന്റെ ഉച്ചരാശിയായ ഇടവൻ രാശിയിലോട്ട് കടക്കും. സൂര്യനും ചന്ദ്രനും, സൂര്യൻ നമ്മുടെ ആത്മാവാണ്, നമ്മുടെ സോളാണ്. ചന്ദ്രൻ നമ്മുടെ മനസ്സും. അപ്പൊ നമ്മളുടെ ആത്മാവും മനസ്സും ഉച്ച അവസ്ഥയിൽ, ഒരു ഗ്രഹത്തിന്റെ ഉച്ചരാശി എന്ന് പറഞ്ഞാൽ ആ ഗ്രഹം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എഫക്റ്റ് തരുന്ന രാശിയാണ് അതിന്റെ ഉച്ചരാശി. സ്വന്തം രാശിനെക്കാട്ടും ഏറ്റവും പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്ന ഉച്ചരാശിയിലാണ്. അപ്പൊ സൂര്യനും അതിന്റെ ഉച്ചരാശിയിൽ, ചന്ദ്രനും അതിന്റെ ഉച്ചരാശിയിൽ. അപ്പൊ നമ്മളുടെ മനസ്സും ആത്മാവും സമന്വയിച്ച് ഏറ്റവും പോസിറ്റീവ് എനർജി ഒരു മനുഷ്യന് അന്തരീക്ഷത്തിൽ നിന്ന് സ്വാംശീകരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അനുഗ്രഹമായാലും നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നാളത്തെ ദിവസം. അതും നാളത്തെ അഭിജിത്ത് മുഹൂർത്തത്തിൽ വിവാഹം കഴിക്കുന്നവര് മഹാഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം ആ വിവാഹം എന്നേക്കും നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ എന്ത് വാങ്ങിച്ചാലും അത് ഇരട്ടിയായിട്ട് കുമിഞ്ഞുകൂടും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ സ്വർണം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ. സ്വർണത്തിന് ഭയങ്കര വില ആയതുകൊണ്ട് വെള്ളി വാങ്ങിക്കാം. കൺസെപ്റ്റ് ഇതാണ്, നമ്മൾ എന്ത് വാങ്ങിച്ചാലും സമൃദ്ധിയാണ്. സ്വർണം വാങ്ങിച്ചാൽ അത് കുമിഞ്ഞുകൂടും, വെള്ളി വാങ്ങിച്ചാൽ അത് കുമിഞ്ഞുകൂടും. ചില പ്രത്യേക അനുഷ്ഠാനങ്ങളുണ്ട് നാളത്തെ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൂട്ടാൻ. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു മന്ത്രസാധന തുടങ്ങുന്നുണ്ടെങ്കിൽ നാളെ ചെയ്യാൻ അത്യുത്തമമാണ്. അപ്പം നാളെ അഭിജിത്ത് മുഹൂർത്തം 10:49 ഉച്ചയ്ക്ക് 12:20 ഇടയ്ക്കാണ്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, 10 മണിക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കത്തിക്കുക എന്നല്ല പറയുന്നത്. നാളത്തെ ദിവസം നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. നാളെ ഞായറാഴ്ചയാണ് അല്ലേ. അപ്പം സൂര്യദേവന് അർഘ്യമൊക്കെ ചെയ്തിട്ട് നമുക്ക് സൂര്യദേവനെ വന്ദിച്ചിട്ട് നമുക്ക് നല്ലൊരു ദിവസം തുടങ്ങാം. നിങ്ങൾക്ക് ഏത് ദൈവമാണോ ഇഷ്ടദൈവത്തിനെ ധ്യാനിച്ച് സാധാരണ ജപാതി കർമ്മങ്ങൾ തുടങ്ങാം. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും മന്ത്രം തുടങ്ങാനാണെങ്കിൽ അത് നാളെ, എന്തെങ്കിലും ഒരു അനുഷ്ഠാനം നാളെ തുടങ്ങാൻ ഏറ്റവും നല്ലതാണ്. ഇരട്ടി പുണ്യം. നാളെ ദാനം ചെയ്യുന്നത് ഏറ്റവും വലിയ ദാനം എന്താ? മഹാദാനം എന്ന് പറയുന്ന അന്നദാനമാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ, അത് കൊടുക്കും. എന്നിട്ട് നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകങ്ങൾ ദാനം ചെയ്യാം. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് മധുരം ദാനം ചെയ്യാം. അങ്ങനെ നാളത്തെ ദാനധർമാദികൾക്ക് ഇരട്ടി പുണ്യാണ്, ഒരിക്കലും ക്ഷയിക്കാത്ത പുണ്യം, അക്ഷയ. പലർക്കും അമ്പലത്തിൽ പോകാനാണ് ഇഷ്ടം. പലരും ചോദിക്കും ഏത് അമ്പലത്തിൽ പോകാനായിട്ട്. തീർച്ചയായിട്ടും ലക്ഷ്മി നാരായണ ഭാവത്തിലുള്ള മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒരുമിച്ചുള്ള ഇതിലൊക്കെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലൊക്കെ ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതിന് മുന്നേ രാവിലെ സരസ്വതിയായിട്ടും പിന്നെ മഹാലക്ഷ്മിയായിട്ടും ഭദ്രയായിട്ടും ഒക്കെ ഇരിക്കുന്ന ഭാവമാണ്. നാളെ എത്ര തവണ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ ജപിക്കാൻ പറ്റുമോ അത് ജപിക്കാം. കനകധാര സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലാം, ലക്ഷ്മി നാരായണ സ്തോത്രം ചൊല്ലാം. അങ്ങനെ അമ്പലങ്ങളിൽ നാളെ ലക്ഷ്മി പൂജ ചെയ്യുന്നതിൽ പങ്കെടുക്കാം. അങ്ങനെ എന്ത് ഐശ്വര്യപ്രദമായ കാര്യങ്ങളും നാളെ തുടക്കം കുറിക്കാൻ വളരെ നല്ലതാണ്. കുറച്ച് കാലമായിട്ട് പഠിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ പഠിച്ചു തുടങ്ങണം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ നാളെ പഠിച്ചു തുടങ്ങാം. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വരും. പറയും ഇതല്ലേ വിദ്യാരംഭത്തിന് ചെയ്യുന്നത്, അത് വേറെ. നല്ല സൽക്കർമ്മം തുടങ്ങാൻ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നാളെ എന്തെങ്കിലും ചെയ്യണം. നാളെ മഞ്ഞ വസ്ത്രം ഇടുന്നത് ഏറ്റവും ശുഭമാണ്. കാരണം കുളിച്ച് മഞ്ഞ വസ്ത്രം അണിഞ്ഞ് ഭഗവാന് മഞ്ഞ പൂക്കൾ സമർപ്പിച്ച് നെയ് ദീപം തെളിച്ച്, ഭദ്രദീപമായാൽ അത്രയും നല്ലത്, 5 തിരി ഇട്ടിട്ട് ഭദ്രദീപം തെളിയിച്ച് ഐശ്വര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാകർമ്മങ്ങൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് പറ്റുന്ന ദാനം നൽകുക. ജലം, ഫലം, പണം. ദാഹിക്കുന്നവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കാം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാം. അങ്ങനെ
അപ്പം സ്വർണം, വെള്ളി അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിക്കുക, പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നമുക്ക് നമ്മളുടെയൊക്കെ വീട്ടിൽ കാണും അല്ലേ, മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഉള്ള ഇത് പിക്ചർ ഇല്ലാത്തവർ കാണില്ല. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചോ, വാങ്ങിക്കുന്നതിന് എന്താ. അപ്പോൾ ഇല്ലാത്തവർ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒരുമിച്ചിരിക്കുന്ന പടം, അല്ലെങ്കിൽ ലക്ഷ്മി നരസിംഹ ഭാവത്തിലുള്ള നരസിംഹമൂർത്തിയും ലക്ഷ്മി ദേവി ഒരുമിച്ചുള്ള പടം വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കാൻ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് മഞ്ഞളും അരി, അക്ഷത, അരിയല്ലേ അല്ലേ, നമ്മുടെ അന്നമാണ് അരി. അപ്പം മഞ്ഞൾ, അരി, മഞ്ഞപ്പൂക്കൾ ഇത്രയും സമർപ്പിക്കണം. എന്നിട്ട് നാളെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മഞ്ഞ തുണിയിൽ, ഞാൻ പറഞ്ഞില്ലേ മഞ്ഞയുടെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, മഞ്ഞ തുണിയിൽ 5 മഞ്ഞൾ കഷ്ണങ്ങൾ, 5 പിടി അരി, 5 പിടിയായിട്ട് ഒരു നാണയം, ഇത്രയും എടുത്തിട്ട് ആ തുണിയിൽ നമ്മൾ പൊതിഞ്ഞ് പിടിച്ചിട്ട് ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ, ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ, ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ എന്ന മന്ത്രം 11 തവണ അല്ലെങ്കിൽ 21 പ്രാവശ്യം ജപിക്കുക. 11 അല്ലെങ്കിൽ 21 പ്രാവശ്യം ജപിക്കണം. എന്നിട്ട് ഈ പൊതിഞ്ഞ് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കുക. ഒരു വർഷം മുഴുവൻ വെച്ചിട്ട് അടുത്ത അക്ഷയ തൃതീയ ദിവസം അത് മാറ്റിയാൽ മതി. എങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? സമ്പത്ത് വർദ്ധിക്കും ഉറപ്പായിട്ടും അല്ലേ. നമ്മൾ മഹാലക്ഷ്മി പൂജ, മഹാലക്ഷ്മി മന്ത്രം ഉണർത്തിയിട്ട് വെക്കുന്ന സമ്പത്ത് വർദ്ധിക്കും. നമ്മൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഇല്ലാത്ത വീട്ടുകളിൽ അനിയന്ത്രിതമായ ചെലവുകളായിരിക്കും. അപ്പോൾ സമ്പത്ത് വർദ്ധിക്കും, ചെലവുകൾ നിയന്ത്രണത്തിൽ വരും, വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും അല്ലേ. ഐശ്വര്യം, സമാധാനം, സന്തോഷം ഇതൊക്കെ മഹാലക്ഷ്മിയാണ് കൊണ്ടുവരുന്നത്. അപ്രതീക്ഷിതമായ ധനലാഭ അവസരങ്ങൾ ലഭിക്കും. നമുക്ക് കിട്ടാതിരിക്കുന്ന, മുടങ്ങിക്കിടക്കുന്ന പൈസ അതൊക്കെ തിരിച്ചു കിട്ടും. കടം വാങ്ങിച്ചവരൊക്കെ തിരിച്ചു തരും. അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ, അങ്ങനെ എന്ത് വേണേലും സംഭവിക്കാം. മഹാലക്ഷ്മി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ധനം വരുന്ന ഏത് സോഴ്സിലൂടെയും വരാമല്ലേ. അപ്പം ഇതൊക്കെയാണ് നാളെ ഈ ഒരു നാളെ ഒരു കുഞ്ഞ് പുണ്യപ്രവർത്തി ചെയ്താൽ പോലും അതിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കും. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നിലനിൽക്കുന്ന മാറ്റമാണ് വരാൻ പോകുന്നത്.